ഐടെൽ മൊബൈൽ ഫോണിൽ എങ്ങനെ ഐവാന chatgpt വോയിസ് അസിസ്റ്റൻറ്റ് എങ്ങനെ എനേബിൾ ചെയ്യാം. ഇതിനായിട്ട് ഐടെൽ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ആക്കുക. അതിനുശേഷം ഐവാന എന്ന് എഴുതിയിട്ടുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഐവാന വോയിസ് എന്നുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ പെർമിഷനുകൾ കൊടുക്കണം. പെർമിഷൻ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തൊക്കെ ഓഫാക്കാവുന്നതാണ്. കൊടുത്തതിന് ശേഷം എഗ്രി കൊടുക്കുക. അതിനുശേഷം ആക്റ്റീവ് നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കാണ്ട് അതിനുശേഷം ഓക്കെ അടിക്കുക. ഓക്കെ അടിച്ചാൽ ഐവാന ആപ്ലിക്കേഷൻ ആണോ എന്നറിയില്ല, അത് എൻ്റെ സെറ്റിങ്സ് ഇങ്ങനെയാണ് വരുന്നത്. സെറ്റിങ്സിൽ എടുക്കുമ്പോൾ ഐവാന എടുക്കുമ്പോൾ അത് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഇതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്കിത് ഈ ഒരു ഐവാന അസിസ്റ്റൻറ്റ് വോയിസ് അസിസ്റ്റൻറ്റ് നമുക്ക് ഫോണുമായി ഫുൾ കൺട്രോൾ ആക്കാൻ പറ്റും. ഫോണിൻ്റെ അകത്തുള്ള ബ്ലൂടൂത്ത് ഓണാക്കാൻ പറഞ്ഞാൽ ബ്ലൂടൂത്ത് ഓണായി തരും. അതുപോലെ ഒരു chatgpt സിസ്റ്റമാണിത്. chatgpt ഫുള്ളായിട്ട് ഫ്രീ ആണ് ഈ ഫോണിൽ. നമുക്കിപ്പോൾ അങ്ങനെ സബ്സ്ക്രിപ്ഷൻ കാര്യങ്ങളൊന്നുമില്ല, ഫുൾ ഫ്രീ ആണ് ഈ ഒരു ഐടെൽ മൊബൈൽ ഫോണിൽ. അപ്പോൾ ഇത് ഞാൻ ക്ലോസ് ചെയ്യാണ്. ഈ ഐവാന ഇനി എങ്ങനെയാണ് ഫോണിൽ നിന്ന് എങ്ങനെ എടുക്കാം. ഇതിനായിട്ട് ഈ പവർ ബട്ടൺ 5 സെക്കൻഡ് നിങ്ങൾ പ്രസ് ചെയ്ത് പിടിച്ചാൽ ഐവാനൻ്റെ വോയിസ് അസിസ്റ്റൻറ്റ് ഓൺ ആവുന്നതാണ്. ഇവിടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞപ്പോൾ സെറ്റിങ്സ് ഓപ്പൺ ആക്കി തരുന്നുണ്ട്. അതുപോലെ വേറെ എന്തെങ്കിലും ചോദിച്ചാൽ വേണം. ബ്ലൂടൂത്ത് ഓൺ എന്ന് പറഞ്ഞപ്പോൾ ബ്ലൂടൂത്ത് ഓൺ ആക്കി തന്നു. ഇനി ഇതിൽ തന്നെ ക്ലിക്ക് ചെയ്ത് ബ്ലൂടൂത്ത് ഓഫാക്കാൻ പറഞ്ഞാൽ ബ്ലൂടൂത്ത് ഓഫാക്കി തരും. പിന്നെ ഈ ഐവാന നമ്മളെ മൊബൈൽ ഫോണിൽ ഓൺ സ്ക്രീനിൻ്റെ അകത്ത് ആപ്ലിക്കേഷൻ്റെ അകത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. ഇവിടെ സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഐവാന കാണാൻ പറ്റില്ല. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ സെറ്റിങ്സ് പോവുക. സെറ്റിങ്സിലാണ് ഈ ഐവാന ഉള്ളത്. ഐവാന നിങ്ങളെന്താ ചെയ്യുക, സെറ്റിങ്സിന് എടുക്കുക. ഐവാന വോയിസ് എഴുതിയിട്ടുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ ഇങ്ങനെ കാണാം ഡെസ്ക്ടോപ്പ് ഷോർട്ട് കട്ട് എന്ന്, അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ക്ലിക്ക് ചെയ്താൽ ആഡ് കാണാൻ പറ്റും. ആഡ് ടു ഡെസ്ക്ടോപ്പ് എന്ന് എഴുതിയിട്ടുണ്ടാവും. ഇനി ഇവിടുന്ന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഓൺ സ്ക്രീനിലോട്ട് ഇത് വന്നിട്ടുണ്ടാവും. ഇവിടെ ഐവാന എന്ന് എഴുതിയിട്ടുണ്ട്, ഒരു ആപ്ലിക്കേഷൻ പോലെ ഷോർട്ട് കട്ടായിട്ട് വന്നിട്ടുണ്ടാവും. ഐവാനൻ്റെ വോയിസിൻ്റെ ആ സെൻറ്ററിലുള്ള ബട്ടൺമേൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. അതുപോലെ ഒരു ഹോം ബട്ടൺ ഉണ്ട്, അത് ബാക്കിലോട്ട് എടുക്കാനുള്ളതാണ്. അതുപോലെ മറ്റ് റൈറ്റ് സൈഡിലായിട്ടുള്ള ഒരു ബട്ടൺ ഉണ്ട്, അതിൽ കീബോർഡാണ്. നമ്മളതിൽ എഴുതിങ്ങാണ്ട് അതിൽ നിന്ന് സെർച്ച് ചെയ്താൽ അത് ഉടനെ തന്നെ കാണിച്ചു തരും. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്യുകയാണ്. ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷനോട്ട് ഡയറക്റ്റ് പോകുന്നതാണ്. ഐവാനൻ്റെ ഈ വോയിസ് സെർച്ച് പവർ ബട്ടൺമേ ഉള്ളത് എങ്ങനെ ഓഫാക്കാം. പവർ ബട്ടൺമേ 5 സെക്കൻഡ് പ്രസ് ചെയ്ത് പിടിച്ചാലാണ് ഈ ഒരു ഐവാന വോയിസ് സെർച്ച് വരാറ്. ഇത് നമുക്ക് പവർ ബട്ടൺമെന്ന് ഓഫാക്കാനൊക്കെ പറ്റും. അപ്പോൾ അതെങ്ങനെ ചെയ്യൽ നോക്കാം. ഐവാന ഷോർട്ട് കട്ട് ആ ഒരു ആപ്പ് ഒന്ന് ഓപ്പൺ ആക്കുക. ഐവാന ആപ്പിൻ്റെ മേളിലായിട്ട് സെറ്റിങ്സ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആക്റ്റീവ് വിത്ത് പവർ ബട്ടൺ ഇത് ഓഫാക്കുക. ഇത് 5 സെക്കൻഡ് പവർ ബട്ടൻ്റെ ഒരു ഓപ്ഷനാണ്. ഇത് ഐവാന വോയിസ് സെർച്ച് അവിടെ ഓഫാക്കാനും ഓണാക്കാനുള്ള ഓപ്ഷനാണ്. ഐവാന ആപ്ലിക്കേഷന് വോയിസ് സെർച്ച് ഇപ്പോൾ ഓഫായിട്ടുണ്ട്. ആപ്ലിക്കേഷനിൽ പോയിട്ട് ആക്റ്റീവ് വിത്ത് പവർ ബട്ടൺ അത് ഓണാക്കി കൊടുക്കുക. ഇപ്പോൾ പവർ ബട്ടൺമേ വോയിസ് സെർച്ച് ഉണ്ട്. ഐവാന വോയിസ് അസിസ്റ്റൻറ്റിൻ്റെ വേറൊരു ഫീച്ചറും കൂടി കാണിച്ചു തരാം. ഇത് ഗൂഗിളിൻ്റെ വോയിസ് അസിസ്റ്റൻ്റാണ്. ഇതെല്ലാ മൊബൈൽ ഫോണിലുള്ളതാണ്, സാധാരണ എല്ലാ മൊബൈൽ ഫോണിലും ഉള്ള ഒരു ഫീച്ചറാണ്. ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ള ഐവാന എന്നുള്ളതിൽ നമ്മളിപ്പോൾ ഗൂഗിൾ എടുത്തില്ലേ, ആ ഗൂഗിളിൻ്റെ ഭാഗത്തേക്ക് നേരെ ഐവാന ആഡ് ചെയ്യാൻ പറ്റും. ഐവാന ആപ്പ് ഓപ്പൺ ആക്കുക, സെറ്റിങ്സ് ഓപ്പൺ ആക്കുക. ഇവിടെ ഡിഫോൾട്ട് വോയിസ് അസിസ്റ്റൻ്റ് എന്ന് കൊടുത്താൽ മേളിലുള്ള ആ ഫസ്റ്റ് തന്നെ ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്താൽ ഗൂഗിൾ ഐവാന എന്ന് കൊടുത്തിട്ടുണ്ടാവും. അതിൽ ഐവാന ഡോട്ട് ഇടുക, ഡണ്ണ് ക്ലിക്ക് ചെയ്യുക. അലോ ദ ഓൺ ബട്ടൺ ആക്റ്റീവ് ഇതിൽ ക്ലിക്ക് ചെയ്യുക, ഓൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ നിന്ന് മാപ്പോട്ട് പൊക്കി കഴിഞ്ഞാൽ വോയിസ് അസിസ്റ്റൻറ്റ് ഐവാനൻ്റെ വോയിസ് അസിസ്റ്റൻറ്റ് ഇപ്പോൾ ഇവിടെ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് പവർ ബട്ടൺമേ അത് ഓഫായിട്ടുണ്ട്. പവർ ബട്ടൺമേ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവണമെന്ന് തോന്നുന്നത്, ഓഫായിട്ടുണ്ട്. ഇപ്പോൾ ഐവാനൻ്റെ വോയിസ് അസിസ്റ്റൻറ്റ് ഇവിടെ താഴത്തു നിന്ന് സ്വൈപ്പ് ചെയ്യുമ്പോഴാണ് വരുന്നത്.
പവർ ബട്ടൺ ഓഫ് ആയിട്ടുണ്ട്. പവർ ബട്ടൺ എനിക്ക് ആക്റ്റീവ് ആക്കണം. ആക്റ്റീവ് ആക്കൽ എങ്ങനെയെന്ന് കാണിച്ചു തരാം. ഐവാന ആപ്ലിക്കേഷൻ ഷോർട്ട് കട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. മേളിലെ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. ആക്റ്റീവ് വിത്ത് പവർ ബട്ടൺ ഇത് ഓണായി കൊടുക്കുക. ഈ ഫോണിൻ്റെ താഴെ ഭാഗത്തുനിന്ന് മേലോട്ട് പൊക്കി കഴിഞ്ഞാൽ ഇതുപോലെ ഐവാന വോയിസ് അസിസ്റ്റൻറ്റ് ഓൺ ആവുന്നതാണ്. അതുപോലെ ഇപ്പോൾ പവർ ബട്ടൺ മീൻ ആ ഒരു വോയിസ് അസിസ്റ്റൻറ്റ് ആക്റ്റീവ് ആയിട്ടുണ്ട്. രണ്ട് ഭാഗത്തും താഴത്തു നിന്നുള്ള ഓൺ ബട്ടൺമേ മേലോട്ട് പൊക്കി കഴിഞ്ഞാൽ ഈ ഒരു ഐവാന അസിസ്റ്റൻറ്റ് ഓൺ ആവുന്നതാണ്. ഇനി എന്തെങ്കിലും ആപ്ലിക്കേഷനുകൾ ഓപ്പൺ ആക്കാം പറഞ്ഞു നോക്കാം. ഓപ്പൺ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. അടുത്തത് ഐവാന വോയിസ് അസിസ്റ്റൻറ്റിൻ്റെ വോയിസ് എങ്ങനെ ചേഞ്ച് ചെയ്യാം. ഐവാന ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. മേളിലെ സെറ്റിങ്സ് ഓപ്പൺ ആക്കുക. താഴത്തായിട്ട് കാണാം വോയിസ് സെറ്റിങ്സ്. ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ലേഡീസുകളാണ്. ലേഡീസിൻ്റെ സൗണ്ടാണ് അത്. രണ്ട് സൗണ്ട് വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സൗണ്ടുകളാണ് ഇതിൻ്റെ അകത്തുള്ളത്. നിങ്ങൾക്ക് പ്ലേ ചെയ്യാൻ പറ്റും. രണ്ട് വോയിസിൻ്റെയും നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കേട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അതിൽ ടിക്കറ്റ് കഴിഞ്ഞാൽ പിന്നെ മൊബൈൽ ഫോണിൽ നിന്ന് മേപ്പോട്ട് പൊക്കി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ എന്ത് പറയുന്നോ അതിൻ്റെ സൗണ്ട് ചേഞ്ച് ആയിട്ടുണ്ടാവും. ഇവിടെ ഇനി അടുത്തത് പരിചയപ്പെടുത്താൻ പോണത് ഐവാന ആപ്ലിക്കേഷൻ്റെ അകത്തുള്ള ലാംഗ്വേജ് എങ്ങനെ ചേഞ്ച് ചെയ്യാം. ഇവിടെ മേളിലുള്ള സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. കുറച്ച് താഴോട്ട് നീക്കി കഴിഞ്ഞാൽ ലാംഗ്വേജ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അതിനകത്ത് ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ നിലവിലുള്ള ലാംഗ്വേജുകൾ ഇതാണ്. ഇംഗ്ലീഷ്, അതുപോലെ ഇന്ത്യൻ ഇംഗ്ലീഷ് എന്ന് കൊടുത്തിട്ടുണ്ട്. അറബിക്ക് ഉണ്ട്, പിന്നെ മറ്റുള്ള ലാംഗ്വേജുകളൊക്കെ ഉണ്ട്. മലയാളം ലാംഗ്വേജ് എപ്പോഴെങ്കിലും വരാമോ. ഡണ്ണ് ക്ലിക്ക്